2020 ഗത്യന്തരമില്ലാതെ ഒരു ഓട്ടം നടത്തുകയാണ്. 2020 രൂപീകൃതമായപ്പോൾ 2020യുടെ പ്രഖ്യാപിതം നയം കോൺഗ്രസിനെ തോൽപ്പിക്കുക, വ്യക്തിപരമായി ചില വ്യക്തിവിരോധം തീർക്കേണ്ടതായി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നടന്നില്ല. UDFനെ തോൽപ്പിക്കാൻ ആദ്യം ശ്രമിച്ചു. പിന്നീട് പ്രബലമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളെ പരാജയപ്പെടുത്തി തൻ്റെ ഒരു വ്യക്തിപ്രഭാവം കാത്തു സൂക്ഷിക്കുക. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വപ്നമുണ്ടായിരുന്നത്. അത് സ്വപ്നം മാത്രമായിരുന്നു. അതിനുവേണ്ടി അവലംബിച്ച മാർഗം രാഷ്ട്രീയമായിരുന്നില്ല. ജനങ്ങളെ കിറ്റ് കൊടുത്ത് സ്വാധീനിക്കുക എന്ന ഒരു തന്ത്രമാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. പക്ഷേ ഇതെല്ലാം അദ്ദേഹത്തിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായ പരാജയം, അതിനു മുമ്പുണ്ടായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായ പരാജയം, അസംബ്ലി തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഈ പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2020 കനത്ത നഷ്ടമുണ്ടായി. പ്രബലമായ 2 പഞ്ചായത്തുകൾ, കുന്നത്തുനാട് പഞ്ചായത്തും അതുപോലെ മഴുവന്നൂർ പഞ്ചായത്തും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തികോട്ട എന്ന് പറയുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ 7ഓളം സീറ്റുകൾ അവിടുത്തെ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും വിജയിക്കാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം 2 വ്യക്തികളുണ്ടായിരുന്നു, അവരെ നഷ്ടപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ ചില വ്യക്തിപരമായ വിരോധങ്ങളും രാഷ്ട്രീയമായ ചില പകപോക്കലിനും വേണ്ടി ശ്രമിച്ച 2020 പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് നിലനിൽക്കാൻ എവിടെയെങ്കിലും ചേക്കേറണം. അങ്ങനെയാണ് ഇപ്പോൾ NDAയിൽ ചേക്കേറിയിരിക്കുന്നത്. NDAയിൽ പോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് രാഷ്ട്രീയം മാത്രമായിരിക്കില്ല ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുപരമായ ലക്ഷ്യം ഇപ്പോൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളെ സഹായിക്കുന്നൊരു സമീപനമാണ് മോഡി ഗവൺമെൻറ് പൊതുവെ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു ചെറിയ കോർപ്പറേറ്റ് മാനേജറായ ഇതിൻ്റെ 2020യുടെ ആളുകൾക്ക് സ്വാഭാവികമായും അത്തരം ചില പ്രതീക്ഷയോടുകൂടിയായി പോയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, അദ്ദേഹം NDAയിലേക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംവിധാനവും, ഒരു പാർട്ടിയെന്ന് പറയാനില്ല, ഒരു സംവിധാനവും NDAയിലേക്ക് ചേക്കേറിയതിൻ്റെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് പറയുന്നത് കുന്നത്തുനാടാണ്. കുന്നത്തുനാട്ടിലെ ജനങ്ങൾ മതേതരത്വ വിശ്വാസികളാണ്. കുന്നനാട്ടിലെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്. കുന്നനാട്ടിലെ ജനങ്ങൾ പൗരബോധമുള്ളവരാണ്. അതുകൊണ്ട് ഈ കൂറുമാറ്റം, ഈ ചേക്കേറൽ 2020 കൂടെ ഇത്രയും നാളുണ്ടായിരുന്ന അണികൾ നഷ്ടപ്പെടും. അദ്ദേഹം ഒറ്റപ്പെട്ടു പോകും. ഏതായാലും BJPയുടെ പാതയിലൂടെ BJPയുടെ കാൽക്കൽ ചെന്ന് കീഴടങ്ങാൻ സാബുവിന് തീരുമാനിക്കാം. പക്ഷേ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർ അതിന് തയ്യാറാകില്ല. നഷ്ടം അദ്ദേഹത്തിനായിരിക്കും. 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രതികരണം ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അദ്ദേഹത്തെ തകർക്കാൻ അദ്ദേഹം ഇത്ര വലിയ ശക്തി വലുതാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് തകർക്കേണ്ട ഒരു ശക്തിയായി ഞങ്ങൾ ഒരിക്കലും സാബുവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്, നൈമിഷികമായ പ്രതിഭാസം. കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും എത്രയോ താൽക്കാലിക പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം താൽക്കാലിക പ്രതിഭാസങ്ങൾ എവിടെയും നിലനിന്നിട്ടുണ്ടോ? അദ്ദേഹം നശിപ്പിക്കാൻ ശ്രമിച്ചതാരാ? കോൺഗ്രസ് പാർട്ടിയെ. പിന്നീട് അദ്ദേഹം എതിരിട്ടതാരാ? LDF, മാർക്സിസ്റ്റ് പാർട്ടി. ഇത്തരം പാർട്ടികൾക്കൊക്കെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണോ കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്? അതുകൊണ്ട് സാബു എന്ന് പറയുന്ന നൈമിഷികമായ ഒരു രാഷ്ട്രീയമല്ല, ഒരു ചിന്ത, ഒരു വികാരം. അത് കെട്ടടങ്ങി അദ്ദേഹത്തിന് ചവിട്ടി നിൽക്കാൻ എവിടെയെങ്കിലും അല്പം മണ്ണ് വേണമെങ്കിൽ അത് അദ്ദേഹം കണ്ടെത്തിയത് NDAയുടെ കീഴിലാണ്. NDA, BJP നയിക്കുന്ന NDAയിലേക്ക് പോകാൻ ഈ കഴിഞ്ഞ കാലഘട്ടം വരെയും അദ്ദേഹത്തിനോടൊപ്പം നിന്നു എന്ന് പറയുന്ന ആളുകൾ തയ്യാറാകില്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവർക്കറിയാമല്ലോ, സ്വാഭാവികമായും വിയോജിപ്പുണ്ടാകുമ്പോൾ അവർ പലരും കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വരുമെന്ന കാര്യം സംശയമില്ല. ഞാൻ അതിൻ്റെ ഒരു അന്ധമായ ഒരു വിരോധത്തിൻ്റെ പേരിൽ പോയതൊന്നുമല്ല. ഇതെല്ലാം ഒരിക്കലുമില്ല. അവിടെ UDF മത്സരിക്കും, ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ട് LDF മത്സരിക്കും, NDA മത്സരിക്കും. NDA എന്നിട്ട് അപ്രസക്തമാണ് കുന്നത്തുനാടിൽ. ഒരു കാര്യമില്ല. ഈ 2020 NDA ചെന്നതിൻ്റെ പേരിൽ NDAക്ക് ഒരു മെച്ചം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മെച്ചം NDAക്ക് ഉണ്ടാവില്ല. അവരുടെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർക്ക് ചില താല്പര്യങ്ങളുണ്ടാകും, അത് കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് കഴിയട്ടെ. ഗ്രാമപഞ്ചായത്തിൽ 2020 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഭരണം പിടിച്ചപ്പോൾ. അപ്പോൾ അതിനെങ്ങനെ ബാധിക്കും? 2020 അംഗങ്ങൾ UDFിനെ പിന്തുണച്ചതല്ല. 2020 രാഷ്ട്രീയമൊന്നുമല്ലല്ലോ.
അത് ജയിച്ച ചില ആളുകൾക്ക് അവരുടെ സമീപനമായി ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. ഞങ്ങളാരും ചെന്ന് അവരുടെ ചോദിച്ചൊന്നുമല്ല. അങ്ങനെ അവരെ മാറ്റിയെടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതിലൊരു രാഷ്ട്രീയമല്ല, അതൊരു പാർട്ടിയാണ്. ഞങ്ങൾ പരിഗണിച്ചിട്ടില്ലല്ലോ. ഒരു പാർട്ടിയല്ല അത്. ചില ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചു. ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥി ജയിച്ച് വരുന്നവരെ പുള്ളി ചിലപ്പോൾ അവകാശപ്പെടും ഞങ്ങളുടെ കൂടെ നിന്നവരാണെന്ന് പറയും. അതിനേക്കാൾ അപ്പുറത്തൊരു രാഷ്ട്രീയമില്ല. ഇപ്പം വ്യക്തിപരമായി എന്തെല്ലാം ആക്ഷേപങ്ങൾ പറയുന്നു, ഞങ്ങൾക്കെതിരായിട്ട് വ്യക്തിപരമായി എന്തെല്ലാം ആക്ഷേപങ്ങൾ, അതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് വല്ല വഴിയുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് തകർക്കാൻ വന്നൊരു ശക്തിയായി ഞങ്ങൾ കണ്ടിട്ടില്ല. തകർക്കാനുള്ള കരുത്ത് അന്നും ഇന്നും എന്നും അദ്ദേഹത്തിനില്ല. ഒരാശങ്കയില്ല, അല്പം പോലും ആശങ്ക. വലിയ പ്രതാപകാലത്ത് ജയിക്കുമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ കാലത്തും ഞാൻ 2 പ്രാവശ്യം മത്സരിച്ചതല്ലേ. കുന്നത്നാട് അസംബ്ലി നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 10,008 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നമ്മളെന്തിനും എതിരാളിയായിട്ട് കാണുന്നത്? അതിനുള്ള ശക്തിയില്ലാത്തതിന് എതിരാളികളായിട്ട് കാണുന്നത്. ഈ സാബുവിൻ്റെ നിലപാടുണ്ട്, ഏകപക്ഷീയമായ നിലപാടാണ്. സ്വാഭാവികമായിട്ടും മറ്റ് നേതാക്കളും അതിനെതിരെ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും കുന്നത്തുനാടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ബന്ധം വർഷങ്ങളോളമായി അറിയാവുന്നൊരു വ്യക്തിയെന്ന് ഞാൻ പറയുന്നു. NDAയിൽ ചെന്ന് ചേരാൻ കുന്നത്തുനാടിലെ രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തിയും തയ്യാറാകില്ല. ഒരു സംശയം. എന്തോ UDFന് നേട്ടം ഉണ്ടാവും. കാരണം UDFിൻ്റെ സാബു ആ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് ആരെങ്കിലും ഇത്തരമൊരു തീരുമാനം എടുക്കുമ്പോൾ ആത്മഹത്യാപരമായ തീരുമാനത്തിന് ആരും തയ്യാറാകില്ല. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ശക്തിപ്പെടുത്തണം.